Hello friends, welcome to Riya's Kitchen Vibes. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് കോട്ടയം സ്റ്റൈലിലുള്ള ഒരു അടിപൊളി മീൻകറിയാണ്. പല സ്ഥലത്തും പല രീതിയിലാണ് മീൻകറി വെക്കുന്നത്. നമ്മൾ ഇന്ന് ഇവിടെ വെക്കുന്നത് കോട്ടയംകാരുടെ സ്വന്തം മീൻകറിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാൻ ഇവിടെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അലൂമിനിയം ചട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മൺചട്ടി ഉള്ളവർ അത് തന്നെ ഉപയോഗിക്കുക. അതായിരിക്കും ഏറ്റവും നല്ലത്. മീൻകറിയൊക്കെ മൺചട്ടി വെക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മതിയേ. ഒരു നുള്ള് ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയാണ്. ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ ഉണ്ട്. അതുപോലെ വലിയ വെളുത്തുള്ളിയാണിത്. ഇതൊരു 5 എണ്ണം ഉണ്ട്. ഞാനിത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തേക്കുവാണേ. ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ നിങ്ങളൊരു 6-7 എണ്ണമൊക്കെ ഇടാം. ഇതിലേക്ക് 3 പച്ചമുളക് കൂടെ കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിൽ ഞാൻ ചുവന്നുള്ളി ചേർത്തിട്ടില്ല. കോട്ടയം മീൻകറിയിൽ സാധാരണ ചുവന്നുള്ളി ചേർക്കാറില്ല. ഇനി നിങ്ങൾക്ക് ചുവന്നുള്ളി ചേർക്കണമെന്നാണെങ്കിൽ 1-2 ചുവന്നുള്ളി ചേർക്കാവുന്നതാണ്. ചെറുത് കേട്ടോ. ഉള്ളി ചേർത്തിട്ടല്ല സാധാരണ കോട്ടയം മീൻകറി വെക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവുന്ന പോലെ മൂത്ത് വരണേ. ഇതൊക്കെ പച്ചയ്ക്ക് കിടന്നാൽ മീൻകറി പുറത്തിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കേടായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് നന്നായിട്ട് ഫ്രൈ ആകുന്ന പോലെ ആക്കിയെടുക്കണേ. ഇപ്പം ഇതായി വരുന്നുണ്ട്. ഈ സമയം കൊണ്ട് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് ആവശ്യമായ പൊടികളൊന്ന് തയ്യാറാക്കി വെക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയുണ്ട്. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് ചാലിച്ച് വെക്കാനായിട്ട് പോവുകയാണ്. ഡയറക്റ്റായിട്ട് ഈ പൊടി ഇതിലേക്ക് ഇട്ടാൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഈ അടുപ്പ് നല്ല ചൂടുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ നേരെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കയറി അങ്ങ് കരിഞ്ഞു പോകും. ഇപ്പം ഇതായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൽ ചാലിച്ചിട്ടുണ്ടെങ്കിലും തീ കുറച്ച് വെച്ചിട്ട് വേണേ ചേർത്ത് കൊടുക്കാനായിട്ട്. ഒരു ലേശം വെള്ളം ഒഴിച്ച് ഞാൻ ആ പ്ലേറ്റിലെ ആ ബാക്കിയുള്ള പൊടിയും കൂടി ഇങ്ങ് എടുക്കുകയാണ്. ഇനി പൊടികളെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ചെറിയ തീയിലിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഇതിൻ്റെ ഈ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണേ. ഒരുപാട് വെള്ളം പ്ലേറ്റ് കഴുകി ഒഴിക്കരുത്. ഒരു ലേശം ഒന്ന് ഒരു കുറുകിയ പോലുള്ള പരുവത്തിലേ ആകാവൂ. ഞാനിപ്പോൾ ഇത് ചേർത്തേക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടി ചേർക്കണമെന്നുള്ളവർക്ക് അത് ചേർക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ കാശ്മീരി മുളകിൻ്റെ അളവ് 1 സ്പൂൺ ഒന്ന് കുറച്ചിട്ട് എരിവുള്ള മുളക് പൊടി 1/2 സ്പൂണോ 1/4 സ്പൂണോ വല്ലതും ഇട്ട് കൊടുക്കാം. ഇതൊക്കെ അവരവരുടെ എരിവ് അനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. കാശ്മീരി മുളക് പൊടി ഇതുപോലെ ഇട്ടാലാണ് കറിക്ക് നല്ല ഒരു എന്താ പറയുന്നത് ഒരു കുറുകിയ ഒരു കറിയൊക്കെ കിട്ടുക. പിന്നെ കുട്ടികളും കൂടെ ഉള്ളതുകൊണ്ട് എരിവുള്ള മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് പാടാണ് മീൻകറി കഴിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ കാശ്മീരി മുളക് പൊടി ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കൊടംപുളിയാണ്. ഇവിടെ ഇപ്പം ഞാൻ 3 പീസ് കൊടംപുളി ഇട്ടിട്ടുണ്ട്. ഒരെണ്ണം വലുതാണ്, ബാക്കി 2ഉം തീരെ ചെറുതാണ്. കൊടംപുളിയുടെ ആ പുളിയൊക്കെ നിങ്ങൾക്കേ അറിയത്തുള്ളൂ. നമ്മളൊക്കെ ഉപയോഗിക്കുന്ന കൊടംപുളി ഓരോന്നും ഓരോ ടൈപ്പാണ്. ഇപ്പം പുറത്തുനിന്നൊക്കെ മേടിക്കുന്നതാണെങ്കിൽ ഓരോ പാക്കറ്റ് വരുന്നത് ഓരോ ടൈപ്പാണ്. ഒരു പാക്കറ്റിൽ തന്നെ പല ടൈപ്പിലുള്ള കൊടംപുളി കാണും. ചിലത് നല്ല പുളിയുള്ളത് കാണും, ചിലത് ചവർപ്പുള്ളത് കാണും. വിൽക്കുന്നവരൊക്കെ അങ്ങനെ കുറച്ച് മിക്സായിട്ടൊക്കെ ആയിരിക്കും വിൽക്കുന്നത്. അപ്പോൾ പുളിയുടെ അളവ് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഞാനിവിടെ ഇപ്പം ഒരു 3 പീസ് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഈ മീൻകറിയിൽ അധികം ഗ്രേവി ഇല്ലാതിരിക്കുന്നതാണ് നല്ല ടേസ്റ്റ്.
എല്ലാ മീൻകറിയിലും അങ്ങനെ തന്നെയാണ്, ഗ്രേവി കുറയുന്നതിനനുസരിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിവിടെ ഒരു 3 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഗ്രേവി കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഒഴിക്കാം. ഈ സമയത്ത് ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതിനുശേഷമേ നമുക്ക് ഇതിലോട്ട് മീനൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് തിളച്ച് വരട്ടെ. അപ്പോൾ ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നല്ലതായിട്ട് തിള വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കേരയാണ് എടുത്തേക്കുന്നത്. 1 കിലോ മീൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഇച്ചിരി ചെറിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഒരുപാട് ചെറുതല്ല, ഈ ഒരു വലുപ്പത്തിലാണ് മുറിച്ചെടുത്തേക്കുന്നത്. ഇനി ഒരു 5 മിനിറ്റത്തേക്ക് ഇതൊരു ഹൈ ഫ്ലെയിമിലേക്ക് വെക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കുക്ക് ചെയ്യാം. ആദ്യത്തെ 5 മിനിറ്റ് കൊണ്ട് അത്യാവശ്യം ഈ മീനൊന്ന് വെന്ത് വരും. പിന്നത്തെ 15 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് ചാറ് കുറുകയും ബാക്കിയും കൂടെ വേവുള്ളത് വെന്ത് കിട്ടുകയും ചെയ്യും. ഈ കറിയിൽ നമ്മൾ മല്ലിപ്പൊടി ഒന്നും ഇടത്തില്ല കേട്ടോ. മുളക് പൊടി, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും മാത്രമേ ഇടത്തുള്ളൂ. ഇതിനു മുമ്പ് ഞാനൊരു റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് അതിൽ ഞാൻ കോട്ടയം സ്റ്റൈൽ ആണ് എന്ന് പറഞ്ഞപ്പം ഒരുപാട് ആൾക്കാർ ചോദിച്ചു, ഞങ്ങളുടെയൊക്കെ സ്ഥലത്തും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്, ഇത് കോട്ടയം സ്റ്റൈൽ എന്ന് എന്താ പറയുന്നതെന്ന് ചോദിച്ചിരുന്നു. കോട്ടയം സ്റ്റൈൽ എന്ന് പറയുന്നതേ ഉള്ളൂ. കോട്ടയം, പത്തനംതിട്ട ഭാഗങ്ങളിലെല്ലാം ഈ ഒരു രീതിയിലാണ് മീൻ കറി വെക്കുന്നത്. ഇവിടെ എല്ലാം മീൻ കറി വെക്കാനായിട്ട് കുടംപുളിയെ ഉപയോഗിക്കുകയുള്ളൂ. മീൻ ഇട്ടതിന് ശേഷം സ്പൂണിട്ട് വല്ലാതെ അങ്ങ് ഇളക്കരുത്. മീൻ വെന്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം പൊടിഞ്ഞു പോകും. അതുകൊണ്ട് അങ്ങനെ ഇളക്കല്ല. സ്പൂണിട്ട് ഇളക്കുവാണെങ്കിൽ തന്നെ സൈഡിൽ കൂടെ ഒക്കെ ഒന്ന് പതുക്കെ ഒന്ന് അനക്കി കൊടുക്കുകയും ചെയ്യാവും. അല്ലെങ്കിൽ ചുറ്റിക്കാൻ വശമുള്ളവരാണെങ്കിൽ 2 സൈഡിൽ പിടിച്ചിട്ടൊന്ന് ചുറ്റിച്ചെടുത്താൽ മതി. ഈ മീൻകറി ഉണ്ടാക്കിയിട്ട് ചൂടോട് കഴിക്കുന്നതിലും രുചി ഒന്ന് ഇച്ചിരി വെച്ചിട്ട് കഴിക്കുന്നതാണ്. ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ടാണ് കഴിക്കുന്ന രുചി. രാവിലെയൊക്കെ ഉണ്ടാക്കി വെക്കാമെങ്കിൽ വൈകിട്ടത്തേക്ക് എടുക്കാൻ സൂപ്പറായിരിക്കും. തലേന്ന് ഉണ്ടാക്കി വെച്ചാലും മതി. പിറ്റേ ദിവസത്തേക്ക് നല്ലതായിട്ട് ആ പുളിയെല്ലാം പിടിച്ച് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഓരോ സൈഡിലും ഓരോ ടൈപ്പ് മീൻകറി കാണുമല്ലോ. ഇപ്പോൾ ആലപ്പുഴക്കാർക്ക് തേങ്ങ അരച്ചൊരു മീൻകറി ഉണ്ട്, അതാണ് അവർ സ്പെഷ്യൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോട്ടയം, പത്തനംതിട്ട ഭാഗങ്ങളിലൊക്കെ വീടുകളിൽ മീൻകറി വെക്കുന്നത് ഈ ഒരു രീതിയിൽ തന്നെയാണ്. ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ സ്പൂൺ ഇടുന്നുണ്ടെങ്കിൽ ഞാൻ കഷ്ണങ്ങളിലൊന്നും അങ്ങനെ പിടിക്കാതാണ്, വളരെ സൂക്ഷിച്ചാണ് ചെയ്യുന്നത്. എൻ്റെ ഈ അടുപ്പിൽ 2 സൈഡിലും നമ്മളിപ്പോൾ തുണി പിടിച്ചിട്ട് ചുറ്റിക്കാൻ പോയാൽ കൈയെല്ലാം പൊള്ളിപ്പോവും. അത്രയ്ക്ക് ചൂടുള്ള അടുപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഗ്യാസ് അടുപ്പാണ് ഉപയോഗിക്കുന്നവർക്ക് എളുപ്പമാണ്. 2 സൈഡും പിടിച്ച് ചുറ്റിക്കുന്നതായിരിക്കും നല്ലത്, വശം ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾ ഇതുപോലെ ഒന്ന് സൈഡ് വഴിയൊക്കെ ഇളക്കി കൊടുക്കുകയോ ചെയ്യാവേ. ഇപ്പം മീൻ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് കറി തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ കിടന്ന് തിളയ്ക്കട്ടെ. ഹൈ ഫ്ലെയിമിലാണ്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റണം. എന്നിട്ട് ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണേ. ഇപ്പം ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ കിടന്ന് ഒരു 15 മിനിറ്റ് കൂടെ വേവണം. ഇപ്പം ഇത് മീഡിയം ഫ്ലെയിമിൽ കുക്കാവാൻ തുടങ്ങിയിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഗ്രേവി എല്ലാം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നല്ല കുറുകിയതായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉപ്പും പുളിയും ഒക്കെ ഒന്ന് നോക്കാം. ഉപ്പൊക്കെ പാകത്തിനുണ്ട്, പുളിയും കറക്റ്റാണ്. നിങ്ങൾ കറി വെച്ച് വരുന്ന സമയത്ത് ഉപ്പ് നോക്കുമ്പം ഈ ടൈമിൽ പുളി കൂടുതലാണെന്ന് തോന്നിയാൽ അതിൽ നിന്ന് ഒരു പുളി വെള്ളം ഇങ്ങനെ മാറ്റണേ. ഇപ്പം ഇത് പുളിയും ഉപ്പും കറക്റ്റാണ്. ഇത് മതി. ഇത്രയും തന്നെ ഗ്രേവിയും വേണം. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഏറ്റവും ലാസ്റ്റായിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് കറിക്ക് നല്ലൊരു മണമൊക്കെ കൊടുക്കും. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില ചെറുതായിട്ടൊന്ന് ഞെരടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ചു വെക്കാം. ഇനി ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് തുറന്ന് നോക്കാം. അപ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് കറി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഒരു 15 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം അല്ലേ. ഇപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് ഒന്ന് തുറന്ന് നോക്കാം. മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളി കറിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഇതിന് നല്ല ചൂടുണ്ട്. ഇതിപ്പോൾ കഴിക്കുന്നതിന് നല്ല രുചിയായിരിക്കും കുറച്ചൊന്ന് കഴിഞ്ഞ് ഇതൊന്ന് ആറിയിട്ട് കഴിക്കുന്നത്. നല്ല ടേസ്റ്റിലുള്ളൊരു മീൻകറിയാണിത്. പലരും പല രീതിയിലാണ് മീൻകറി വെക്കുന്നത്. മല്ലിപ്പൊടി ഇട്ട് വെക്കുന്നവർ കാണും,
കുടംപുളി അല്ലാതെ വാളംപുളി അല്ലെ മാങ്ങ അങ്ങനെയൊക്കെ ഉപയോഗിച്ച് മീൻകറി വെക്കുന്നവർ കാണും. ഈ രീതിയിലല്ല നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ കോട്ടയം സ്റ്റൈൽ മീൻകറി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ കപ്പയൊക്കെ വേവിച്ചിട്ട് അതിൻ്റെ കൂടെ ആണെങ്കിലും സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. അടുത്ത ദിവസം വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്